അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ പരാതിയിൽ പോലീസ് ജാഗ്രത പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ. അതീവ ഗുരുതരമായ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ പരാതികളിൽ നിയമം അനുശാസിക്കും വിധം കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ജാഗ്രത പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സരീദേവി. വനിതാ കമ്മീഷന്റെ കണ്ണൂർ ജില്ലാതല സിറ്റിംഗിൽ 60 പരാതികളാണ് ഹിയറിംഗിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 9 പരാതികൾ ഒത്തുതീർപ്പായിട്ടുണ്ട്. 7 പരാതികൾ പോലീസിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമസഹായത്തിന് വേണ്ടി 3 പരാതികൾ നൽകിയിട്ടുണ്ട്. ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിന് വേണ്ടി 2 പരാതികൾ അയച്ചിട്ടുണ്ട്. അടുത്ത സിറ്റിങ്ങിലേക്ക് 39 പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. കമ്മീഷൻ്റെ സിറ്റിങ്ങുകളിൽ അനുഭവിക്കുന്ന ഒരു പ്രയാസം, എതിർകക്ഷികൾ പലതും നോട്ടീസ് അയച്ചു കഴിഞ്ഞാലും നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാലും ഹാജരാവുന്നില്ല എന്നുള്ളതാണ്. കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു നിലവിലുള്ള സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഉചിതമായ രീതിയിൽ നടപ്പിൽ വരുത്തുന്നുണ്ട് എന്നും നിയമപരിരക്ഷ സ്ത്രീകൾക്ക് ലഭ്യമാവുന്നുണ്ട് എന്നും ഉറപ്പുവരുത്താനുള്ള ഒരു നിയമ സംവിധാനമാണ്. കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഗുരുതരമായ ശാരീരിക ഉപദ്രവങ്ങളും പരിക്കുകളും ഏൽക്കുന്ന തരത്തിലുള്ള പീഡനങ്ങളും ഉണ്ടാവുകയും വധശ്രമം ഉൾപ്പെടെ നടത്തിയെന്ന ആരോപണവുമായി പോലീസിനെ സമീപിക്കുകയാണെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തി ആരോപണം ബോധ്യപ്പെടുന്ന പക്ഷം ആ നിലയിൽ കേസെടുക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. തൊഴിലിടങ്ങളിൽ 10-ൽ കൂടുതൽ ജീവനക്കാരോ തൊഴിലാളികളോ സേവനം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ സ്ത്രീകൾക്കായി ഒരു പരാതി പരിഹാര സംവിധാനം ഉണ്ടാകണമെന്ന് പോഷ് ആക്ട് അനുശാസിക്കുന്നുണ്ട്. നിയമം നിലവിൽ 10 വർഷത്തിനപ്പുറം പല തൊഴിൽ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റി നിലവിൽ വന്നിട്ടില്ലെന്നും പരിഗണനയ്ക്ക് വരുന്ന പരാതികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. 60 പരാതിയാണ് വനിതാ കമ്മീഷന് ലഭിച്ചത്. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, അഭിഭാഷകരായ പത്മജ പത്മനാഭൻ, കെ പി ഷിമി, കൗൺസിലർ മാനസ ബാബു, പോലീസ് ഉദ്യോഗസ്ഥരായ നിഷ, എം കെ ലിനിഷ എന്നിവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.